ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ പിങ്ക് പൾസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൗസ് വാമിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു എൽഡർ സിസ്റ്ററും കൂടെ ഉണ്ട്. 3, 2, 1 സ്റ്റാർട്ട്. ഞാനാണ് എൽഡർ സിസ്റ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ സെക്കൻഡിലൊന്ന് നിർത്തിയതായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരീക്ഷയും എക്സാമും ഒക്കെ അടുത്ത് വന്നു. അപ്പോൾ പിന്നെ ഫോളോവേഴ്സ് ലൈക്സ് ഒന്നുമില്ല, പിന്നെ നമുക്ക് ഫോണൊന്നും നോക്കാൻ പേരൻസ് വന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ വീഡിയോ ഞാൻ എടുക്കാതെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ഒരുപാട് ആളൊന്നുമില്ല, കൂടിപ്പോയ 2-3 വീക്ക്. ഇത് എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്പോൾ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പഴയ വീട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവള് താമസിച്ചുകൊണ്ടിരുന്ന പഴയ വീട്. ഇവിടെ ഇവളും പിന്നെ ഇവളുടെ അമ്മയുടെ വീടാണിത്. ഞങ്ങൾ ഇവളുടെ അച്ഛൻ്റെ വീട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് വിളിച്ചായിരുന്നു, കാരണം ഞങ്ങൾ ആദ്യം ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഇവള് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് വായിച്ചപ്പോൾ കട്ടായിപ്പോയി. പിന്നെ നമ്മൾ എടുത്തതാണ് അങ്ങനെ. അത് പിന്നെ ഇവള് പിടിക്കാതെ ഉറപ്പ് വേണ്ട, ആദ്യം പിടിച്ചതോടെ മതിയായിരുന്നു ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈക്കിൾ ഔട്ടിട്ട് വന്നതേ ഉള്ളൂ. എനിക്കതേ വയ്യ ഔട്ടു. മൊത്തം ഓടി സൈക്കിൾ ഔട്ടിട്ട് വന്ന്. ഇവള് സൈക്കിൾ ചവിട്ടുമായിരുന്നു, ഞാനായിരുന്നു ഇവിടെ കൂടെ നടന്നത്. അതും ഇവൾക്ക് ഞാൻ തള്ളി വരെ കൊടുക്കണം സൈക്കിള്. എനിക്ക് ബാലൻസില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ഗൈസ്, ഞാൻ ഇന്നലെ പോകുന്നു പറഞ്ഞ് ഇരുന്നായിരുന്നു. ഞാൻ വൈകിട്ടായപ്പോൾ വന്ന് ഞങ്ങൾ സൈക്കിൾ ഔട്ടാൻ ഇറങ്ങി. ഇവളെനിക്ക് തന്ന സൈക്കിള് ഇവളെൻ്റെ ഹാൻഡിൽ ഒന്ന് പിടിച്ച് ഞാൻ ജസ്റ്റ് ഓടിച്ച്, വെട്ടിയതൊന്നുമില്ല, വിറച്ചൊന്നുമില്ല. പക്ഷേ പിന്നെ ഇവള് വിട്ടപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഓടിച്ചു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് പഠിച്ചു. 1 മിനിറ്റ് അത്രയും മതി. എൻ്റെ പേര് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് വേദിക, അല്ലാത്തവരുണ്ട് മീനാക്ഷി എന്ന് വിളിക്കും. എൻ്റെ പേരും അമ്മയ. പിന്നെ എനിക്ക് സെക്കൻഡ് ചാനലുണ്ട്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചാനൽ. ഇപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് ചാനൽ. പേര് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടക്കുവാണ്. അച്ഛൻ്റെ വീട് കാണിച്ചു തന്നിട്ട് ഇപ്പൊ ഹൗസ് വാമിംഗ് നടക്കുന്ന വീട് കാണിച്ചു തരാം. ഹൗസ് വാമിംഗ് ഇവിടെയാണ് കേട്ടോ, ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ഇതുവരെ. ഇന്നലെ വന്ന ഒരാളുണ്ട്, പിന്നെ ഞാനും വന്നായിരുന്നു ഇന്നലെ, പറഞ്ഞല്ലോ. അപ്പം ഇവളുടെ അമ്മയും പേരൻസും എല്ലാം അങ്ങോട്ട്. എൻ്റെ അമ്മയും ഇവളുടെ അമ്മയും അമ്പലത്തിൽ പോയേക്കുക, രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് വീട്ടിൽ അവിടെ പോയിട്ട് ഞങ്ങൾ ഈ സൈക്കിള് ഓടിക്കാൻ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് വേറൊരു വിശേഷം കൂടെ എനിക്ക്. ഇന്ന് വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഞങ്ങളുടെ 2 കുഞ്ഞനിയത്തി, ശരിക്കും പേര് ധ്രുവ എന്നാ, ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ചക്കീന. അവളുടെ ബർത്ത്ഡേ ആണ്, 3 വയസ്സാവുക. എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ അടുത്തൊരു ആഗ്രഹം, എൻ്റെ അച്ഛൻ നാട്ടിൽ വരുവാണ്. എൻ്റെ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ നാട്ടിൽ വരുന്നുണ്ട്. എന്നായിരുന്നു ലാസ്റ്റ് വന്നിട്ട് പോയത്? അച്ഛൻ കഴിഞ്ഞ ഒക്ടോബറിൽ 24-ാം തീയതി 2024 ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീട് കാണിച്ചു. ഇതാണ് കേട്ടോ ഇവളുടെ അച്ഛൻ്റെ വീട്. ഹൗസ് വാമിംഗ് വീട് വേറെയാണ്, താഴോട്ടാണ്. ഇത് അച്ഛൻ്റെ വീടാണ്, ഇത് ഹൗസ് വാമിംഗ് വീടല്ല. ഹൗസ് വാമിംഗ് ഇപ്പൊ കാണിച്ചു തരാം. നമ്മളിപ്പോ റെഡി ആയിട്ടൊന്നുമില്ല, ഇന്ന് തന്നെയാണ് കേട്ടോ. പല്ല് പോലും തേച്ചില്ല. ഞങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണം. ഇതെനിക്ക് ഒന്നും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളിവിടെ എത്ര മണിക്കാണ് വന്നത്? 6 മണി 5 മണി ആ സമയത്തൊക്കെയാണ് നമ്മളിവിടെ വന്നിട്ട് പോയത്. അപ്പൊ ഇവിടെ നല്ല ഇരുട്ടും നല്ല ഡ്രൈ വിൻഡും അടിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്രഷ്നെസ് ആണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത്രയില്ല. ബാൽക്കണിയിൽ നിന്നപ്പോ നല്ല ആ ടെറസിന് വേണ്ടി എന്റെ പൊന്നോ ഒന്നും പറയണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സൂര്യൻ വന്ന് ഉച്ചയിൽ ഉദിക്കുന്ന വെയിലായി ഇപ്പൊ. പക്ഷെ നല്ല കണ്ടോ, ഭയങ്കര വെയില്. ബ്ലറടിക്കുന്നടി, ഇത് വെയിലടിക്കുന്നു. മരം കഴിഞ്ഞു, അതുകൊണ്ട് എത്ര വെയില്. ഇനിയിപ്പം ഇവിടെ നല്ല വെയിലായിരിക്കും. എന്റെ വീടാണ്. അപ്പൊ വീട് കാണിച്ചു തരാം ഫസ്റ്റ്. ഓക്കെ ഗായ്സ്, അപ്പം വീട് കാണിച്ചു തരാം. തുറക്കാൻ പറ്റുമോ അറിയത്തില്ല. തുറക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഹോം ടൂർ വരും. എത്രയും വേഗം തന്നെ ഹോം ടൂർ വരും. മീനാക്ഷി സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ വീട്. ഇതാണ് കേട്ടോ അവളുടെ വീട്. തുറക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ ഒന്നും ആരും ഇല്ല. ആകെ ഇവളുടെ അച്ഛൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. നോക്കാം ഗൈസ്, പറ്റുമെങ്കിൽ നമുക്ക് തുറക്കാം. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഗൈസ് നല്ലൊരു പണി കിട്ടി. വീട്ടില് അടച്ചിട്ട് തുറക്കും കേട്ടോ, പേടിക്കണം. പിന്നെ ഈ ഒരു പോർഷനിലോട്ട് ഞാൻ വന്നില്ല.
ഇതാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഏരിയ. ഇതിലുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. ഇത് തുണിക്കല്ലിൻ്റെ എഴുതിയിട്ടാണ് ഫുഡ് കൊണ്ടുവെക്കുന്നത്. ചെയ്തോ. ഇതാണ് ബാക്കിൽ വരുന്ന ഒരു ഡോറ്. അടുക്കളയിലെ ബാക്ക് സൈഡ് ഡോറാണ് കേട്ടോ അത്. ഏറ്റവും ബാക്കിലെ ഡോറാണ് അത്. ഫ്രണ്ടിലെ ഡോർ കാണിച്ചു തരാം. സ്ക്വയർ ഫീറ്റ് എത്രയാണ്? ഇതിന് 80 to 300 സ്ക്വയർ ഫീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരിട്ട് 80 to 300 സ്ക്വയർ ഫീറ്റ് ആണ്. കാണുമ്പോൾ അത്രയും തോന്നത്തില്ലെങ്കിലും ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ഈ വീടിന്. നമ്മളെങ്ങനെ മഴ കുറേ വീട് തുറന്നു. ഇതാണ് ഗൈസ് സ്വർഗം. സ്വർഗം എന്ന് വെച്ചാൽ തീ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ പൂജാ റൂമാണ്. അത് നമ്മൾ തുറന്നിട്ടില്ല. തുറക്കണ്ട. ഇതാണ് കേട്ടോ പൂജാ റൂം ചെയ്തതാണ്. നല്ല റേറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇതിവിടെ 10th ബർത്ത്ഡേക്കുള്ള എടുത്ത ഫോട്ടോ ആണ്. അത് എൻ്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ എന്നൊരു ഗിഫ്റ്റ് കൊടുത്തത് ഓഫീസിൽ നിന്ന്. പിന്നെ ഇത് ഞങ്ങളുടെ മാമനുണ്ട്. മാമൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോയാണ്. ഇവർ ഗിഫ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ബാബാക്കാണ് മുറിക്കുന്നത്. പിന്നെ ഇതൊരു പിക്ചറാണ് കേട്ടോ. ഇത് എന്താ പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. ഇതാക്കും. പിന്നെ ഇവിടെ എല്ലാം വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം ടൂർ ഇടാം കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഇതാണ് വാഷിംഗ് ഏരിയ. ഇത് വാഷ് ചെയ്യുന്ന ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഇവിടെ എല്ലാം വന്നിട്ട് നമ്മൾ ഒരു ദിവസം ഇത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്കിനി മുറികളും ഡൈനിങ്ങും ഒക്കെ കാണാം കേട്ടോ. ഇത് ഡൈനിങ് ആണ്. ഇതാണ് ഡൈനിങ്. ഇതിന് ഏകദേശം 31,000 റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞായിരുന്നു. 36 ആണ്, പക്ഷെ 31 കൊടുത്തു. പിന്നെ ഇത് വരുന്നത് ഇത് കസ്റ്റമൈസ്ഡ് ആണല്ലേ. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പം ഇവിടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ. പിന്നെ ഇതൊരു കസ്റ്റമൈസ്ഡ് ആണ്. ഇതാണ് കേട്ടോ ഇവിടെ പൂജ ചെയ്തിട്ടേക്കാണ്. തുറക്കാം കേട്ടോ. തുറക്കണ്ടടി. നീ പൂട്ട് വന്നാൽ തുറക്കുവാണോ? തള്ളടി കാല് വെച്ച്. ഇതാണ് കേട്ടോ ഇവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ്. പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണോ? പൂജ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത് പിന്നെ ഒരു അലമാരയല്ലേ, വാർഡ്രോബാണെന്ന് തോന്നുന്നു. വാർഡ്രോബാണിത്. തുറക്കണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇതിൽ ഇവർക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഇതൊരു വാർഡ്രോബാണ്. ഇനിയും ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട് ഈ വീട്ടിൽ. ഇന്ന് വെച്ചതേ ഉള്ളൂ നേരെ. അപ്പോൾ നമ്മൾക്ക് അതെല്ലാം വന്നിട്ട് ഞാൻ ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരാം. ഇവിടെ കിച്ചണിലോട്ടല്ലേ പോകുന്നത്? അപ്പം മറ്റേ റൂമിലോട്ട് പോകാം. ഇതാണ് ഈ റൂമാണ്. നോർമൽ ബെഡ്റൂമാണ് കേട്ടോ. ഇത് എഴുതി കീ ഇട്ടിട്ടുണ്ട്. അതൊക്കെയാണ്. ഇതാണ് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ബെഡ് ഇട്ടിട്ടുള്ളത്. വേറൊരു റൂമിൽ ബെഡ് ഇട്ടിട്ടില്ല. മറ്റേ ഇത് ഓണാക്കി. ഏതെങ്കിലും ഒരെണ്ണം ഇടാക്കുക. താഴെയായിരിക്കും ആ സ്വിച്ച് ലൈറ്റ്. അത് തന്നെ ഇട്. അതും പിന്നെ മറ്റേ സ്ട്രിപ്പും കൂടെ ഇട്. ഇതാണ് ഗൈസ് ഒരു റൂം. ഇവിടെ സ്ട്രിപ്പും പിന്നെ ഇതുമൊക്കെ ഉണ്ട്. ഇവിടെ മാത്രമേ ബെഡ് ഇട്ടിട്ടുള്ളൂ. ഇത് പില്ലോയും ബെഡും ഒക്കെയാണ് സംഭവം ഇവിടെ. പിന്നെ 2 ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം. ഇവിടെയൊക്കെ പൊടിയുണ്ട് കേട്ടോ. കാരണം ഇന്നലെയൊക്കെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. ഇത് മിററാണ്. അമ്മയുടെ ലൈറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റേ സ്വിച്ച് ഉണ്ടല്ലോ, അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഗൈസ് ഇതാണ് കേട്ടോ കിച്ചൺ. ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡോറുണ്ട്. ഓപ്പൺ കിച്ചണല്ല, ശോശി പറഞ്ഞവർക്ക് ഡോറൊക്കെ വേണമെന്ന്. ഫ്രിഡ്ജാണിത്. ഒന്നും വെച്ചിട്ടില്ല, തണുപ്പൊന്നുമില്ല. സ്വിച്ച് ഇട്ടിട്ടില്ല. അപ്പം അതിനുശേഷം നമ്മൾ താഴെയും കൂടെ കാണിച്ചു തരാം. അടുത്ത ഇതാണ്. ഇന്ന് ഫിറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് ആക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് ആക്കാൻ പറ്റത്തില്ലടി. നോർമൽ ഫിറ്ററാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് വെള്ളം വരും. പിന്നെ ഇവിടെ ഇതെന്തോത്തിനാ? പ്ലേറ്റ് വെക്കാനാണോ? എല്ലാത്തിനും ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കബോർഡ് തുറക്കാനൊക്കെ പറ്റുന്നുണ്ട്.
കബോർഡ് തുറക്കാനൊക്കെ പറ്റും. ഇങ്ങനെ തുറക്കൂടി വെച്ചു കുഞ്ഞാ. ആണോ, ഇവിടെ പ്ലേറ്റ്സ് ഒക്കെ വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസ് സ്റ്റവ് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ, ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇവിടെ ആണ് തോന്നുന്നു ഗ്യാസ് സ്റ്റവ് വെക്കുന്നത്. ഇവിടെ ആണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് വെക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. എല്ലാ ബെഡ്റൂമും നമുക്ക് മേളിൽ നോക്കാം. പിന്നെ ഇവിടെ മറ്റേ സാധനമുണ്ട്, ക്രോക്കറീസൊക്കെ വെക്കുന്നത്. നമ്മൾ വീട്ടിൽ വ്ളോഗ് എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് ചിലപ്പോൾ തിരക്കായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇവരുടെ റൂം ലൈറ്റ് ഇട്ടു. ഇവിടെ ഉണ്ട് സ്ട്രിപ്പ് വരുന്നുണ്ട്, ഇവിടെ സ്ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കബോർഡൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൈൻഡ്സ്, പിന്നെ ഒരു ബാത്റൂമും വരുന്നുണ്ട്. പെട്ടെന്ന് കാണിച്ചിട്ട് പോവാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ ദിവസം കാണിക്കാം. നമ്മളെല്ലാം കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ലൈറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണോ ടെറസാണോ? ടെറസ് അല്ലേ, ഒരു ടെറസാണ് കേട്ടോ. ഇതാണ് ടെറസ്. ഇവിടെ നിന്നപ്പോൾ എന്തൊരു ഇതാണെന്ന് പറയാമോ. ഇതാണ് ടെറസ്. ഇവിടെ നിന്ന് എല്ലാ വ്യൂവും കാണാം കേട്ടോ. ഇവള് പൈപ്പ് തുറന്നതും ഒരു ചെലന്തിക്കുട്ടം വന്നു കേട്ടോ. പിന്നെ ഒരു ബാൽക്കണിയും പിന്നെ ഒരു നോർമൽ ബെഡ്റൂമും ഉണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ തുറന്നത്. അതാ ഈ ബെഡ്റൂമാണ് കേട്ടോ. ബാൽക്കണി നോക്കണോ? ബാൽക്കണിയാണ്. ഇത് നമ്മൾ സെക്കൻഡ് ബാൽക്കണിയാണ്. ഈ സെക്കൻഡ് ബാൽക്കണിയാണ്. ഇവിടെ നിന്നാൽ ദോണ്ടേ അതാണ് ഇവളുടെ അച്ഛൻ്റെ വീട്. പിന്നെ അങ്ങ് പോകുമ്പോൾ ഇവളുടെ അമ്മയുടെ വീടും കാണാം. അടുത്ത ബാൽക്കണിയാണ് കേട്ടോ ഇത്. അടുത്ത ബാൽക്കണിയാണ്. ഇതൊന്നും അടച്ചിട്ടില്ലായിരുന്നോ ഇവർ? അടയ്ക്കാതെങ്കിൽ പോന്നോളൂ. ഇതൊക്കെ ഒരു മാല മാലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇവിടെ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ക്ലിയർ ആവുന്നില്ല, വെയിൽ കാരണം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ തിരിച്ചു പോകാം. ഇവിടെ എക്കോ ഉണ്ട് കേട്ടോ, കാരണം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല എക്കോ ഉണ്ട്. സാധനമൊക്കെ വരുമല്ലേ, എന്ന് വെക്കോടി ഇതൊക്കെ കറക്റ്റായിട്ട്. ഇതാണ് നെക്സ്റ്റ് റൂം. എനിക്ക് കൂടുതൽ കുറച്ചധികം ഇഷ്ടപ്പെട്ട റൂമാണിത് കേട്ടോ. നല്ലൊരു റൂമാണിത്. പിന്നെ 2 ഫോട്ടോ ഫ്രെയിംസ് ഇട്ടിട്ടുണ്ട്. എല്ലാ റൂമിലും ഫോട്ടോ ഫ്രെയിംസ് ഇവിടെ മസ്റ്റാണ്. പിന്നെ ബാത്റൂം നോക്കണ്ട, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു റൂമാണ്. പിന്നെ എല്ലാത്തിലും 2 കളർ വീതം വരുന്നുണ്ട് കേട്ടോ. കളർഫുള്ളാണ് ഇവരുടെ വീട്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. റൂമെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോകാൻ കേട്ടോ. നമ്മൾ വീട്ടിൽ നന്നായിട്ട് തിരക്കുന്നുണ്ടായിരിക്കാം. ചോദിക്കുന്നത് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോയതാണ്. കുളിച്ച് പോയിട്ട് നമ്മൾ ഇന്നലെ കുളിച്ചു കേട്ടോ. ഇനി നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മളെ തിരക്കായിരിക്കും. ചിലപ്പോൾ കാണാതെ പോയി ചിലപ്പോൾ പോലീസിനെയൊക്കെ വിളിച്ചറിയിക്കും. കൊല്ലുമായിരിക്കും ഗൈസ്, നമ്മളെ കൊല്ലും. ഞാൻ എൻ്റെ വിഷ്വൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. നമ്മൾ പറഞ്ഞിട്ടാണ് പോയത്, ഞങ്ങളിങ്ങനെ വ്ളോഗ് എടുക്കാൻ പോവുക, പോയിട്ട് വരാമെന്ന് പറയും. ഞാൻ വ്ളോഗ് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവള് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഓൾറെഡി വ്ളോഗ് എടുക്കാൻ പോവാന്ന്. കേട്ടോന്ന് അറിയത്തില്ല, ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ അമ്മയുടെ വീടിന്റെ പാലേജ് എന്താണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എന്താണ് അമ്മയെ മറുപടി കൊടുക്കുന്നില്ലേ? ഉണ്ട് ഗൈസ്, ഉടനെ വരും. നമ്മളുടെ അമ്മയുടെ വീടിന്റെ പാലേജും ചെയ്യുന്നത് നമ്മുടെയും ഞങ്ങളുടെ ഒരു നിലയാണ്, ഇവരുടെ 2 നില, ഞങ്ങളുടെ ഒരു നിലയാണ്. ഒരു നിലയാണോ? അത് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട്. പക്ഷെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കും. അത് പിന്നെ ഇനി കുറച്ചും കൂടെ ആയിട്ട് അതിൻ്റെ മേളിൽ കെട്ടാനുള്ള സാധനം വെക്കും. 2 നില ആക്കാനുള്ളത് വെക്കും ഓൾറെഡി. നീ എന്തോത്തിനകത്ത് കയറി ചവിട്ട് ചെയ്ത്? എൻ്റെ കല്ല് ചറക്കിയതായിരിക്കും, എനിക്ക് പറയാൻ. ഓടാം.
ഞാനില്ല ഓടാൻ, കാരണം ഈ കാലുവേദന. സമയമില്ല ഗൈസ്. ഇവിടെ ഇന്റർലോക്ക് ഇടുവോ? ഇവിടെ ഈ വഴിയിൽ ചോദിച്ചേ. ഇതാണ് കേട്ടോ വീട്. നമുക്ക് ഈ ആയാലും 10 മണിക്കും 11 എത്ര കാണ്ടിനും അല്ലേ പാലുകാച്ചാണ്. സംഭവം ഞാനിന്ന് വരത്തില്ലായിരുന്നു, വ്ളോഗും ഇടത്തില്ലായിരുന്നു. ബിക്കോസ് എനിക്കിന്ന് സ്കൂളിൽ മൈലാഞ്ചി ഒക്കെ കാണിച്ചെടുത്തി. ഒരേ ഡിസൈനാണ്. ഞങ്ങളുടെ മാമിയുടേത്. ഇത് മമ്മി ചക്ക എണീക്കുവാണെങ്കിൽ അവളെ കാണിച്ചു തരാം. ഇല്ലേ പിന്നെ റെഡിയൊക്കെ എണീറ്റ് കാണുമായിരിക്കും. അവര് എണീക്കുന്നത് ഈ സമയത്താ, പക്ഷെ എണീറ്റ് കാണുമായിരിക്കും. ഞാൻ കണ്ടു, പക്ഷെ അവളെ നീതുവാമയെ ഞാൻ കണ്ടില്ല, രണ്ടുപേരെ ഞാൻ കണ്ടില്ല. കാണുവാന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു ബർത്ത്ഡേ വിഷ് കൂടി ഇട്ടേക്കണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. കമൻറ്റ് ഓഫാക്കി കിടക്കുവാണെങ്കിൽ ഞാൻ ടേൺ ഓൺ ആക്കാം. പിന്നെ ചിലതിനൊക്കെ മനഃപൂർവ്വം ഞാൻ ഓഫാക്കി കിടക്കും. അപ്പം ഞാൻ പിന്നെ അത് ഓൺ ആക്കത്തില്ല. ചില കമൻറ്റിനൊക്കെ ഞാൻ മറ്റേ നെയിമൊക്കെ ഇടുന്നതിന് ഓഫാക്കി കിടക്കുമ്പോൾ ഞാൻ അത് ഓൺ ആക്കും കേട്ടോ. കമൻറ്റ് അതിൽ നെയിമൊക്കെ കമൻറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കൈ അഴിക്കുന്നുണ്ട്. ഇത് എത്താറാകുമ്പോൾ എടുക്കാം. നമ്മളങ്ങനെ വീടൊക്കെ എത്താറായിട്ടുണ്ട്. ഇവളുടെ ഏതൊക്കെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പട്ടി ഒന്നുമില്ലല്ലോ എനിക്ക്. നമ്മൾ എത്താറായിട്ടോ. എത്തിയെന്നാ തോന്നുന്നു. പെട്ടെന്ന് എത്തി ഗൈസ്. കാര്യം പറഞ്ഞാൽ എത്തിയത് അറിഞ്ഞതേ ഇല്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ട് വന്നപ്പോഴേ ക്ഷീണിച്ചു പോയി. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇവള് കാര്യം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് എത്തി. വീടെത്തിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് പൂരമായിരിക്കും. ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കുമെന്ന്. വീട്ടിൽ പോകുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹോം ടൂർ വരും, അത് എല്ലാം അറേഞ്ച് ചെയ്ത് വേറൊരു ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ ഹോം ടൂർ ഇടാം. അപ്പോൾ ഇവളുടെ അമ്മയെ കാണും, ഇവളുടെ അമ്മയെ വെക്കാം, പിടിച്ചു നിർത്താം. ഇവിടെ ആരും ഇല്ലേ ഗൈസ്? പനി പാടുവോ? ചക്കി വന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ചക്കി പൊന്ന്. ചക്കി പേര് പറഞ്ഞു കൊടുക്ക്. പേരെന്തുവാ? ധ്രുവ. ധ്രുവ എത്ര വയസ്സാവാൻ പോവാ? 2 വയസ്സ്. 2 അല്ല 3 വയസ്സാവാൻ പോവാ ധ്രുവയ്ക്ക്. ധ്രുവക്കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഒരേ വീട്ടിൽ എന്താ വിളിക്കുന്നേ? നമ്മളെന്താ വിളിക്കുന്നേ? വീട്ടിൽ എന്താ വിളിക്കുന്നേ? ധ്രുവ എന്താ വീട്ടിൽ വിളിക്കുന്നേ? അമ്മും ചക്കിന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഗൈസ് ബർത്ത്ഡേ ഒക്കെ ആയിട്ടുണ്ട്. ബർത്ത്ഡേകൾ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യുക, അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി. നമ്മൾ കുറച്ചേരം ഫോണിലേക്ക് കളിക്കും. പിന്നെ ഫോണിലല്ല ഗൈസ്, നമുക്ക് ബ്രഷ് ചെയ്യണം. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഫോൺ എടുക്കാൻ പറ്റും. ഇത് ഫോൺ എടുക്കാൻ പറ്റില്ല, അല്ലേ വ്ളോഗ് കട്ടാവും. അപ്പോൾ ഗൈസ് ചക്കി മിണ്ടായിടി. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് 2 കാണാം. എടി നീ ഓക്കെ ഗൈസ്, ബൈ.